ഗുഡ് മോർണിംഗ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം യെശയ്യാ പ്രവചന പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നീ ജനത്തെ വർദ്ധിപ്പിച്ച്, യഹോവേ ജനത്തെ നീ വർദ്ധിപ്പിച്ചു, നീ മഹത്വപ്പെട്ടിരിക്കുന്നു, ദേശത്തിന്റെ അതിരുകളെയെല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു. ഈ നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ജനമായിരിക്കുന്ന നിന്നെ നോക്കി ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വർദ്ധിക്കുവാൻ പോകുന്നു. അഥവാ ദൈവം നിന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിന്റെ അതിരുകളെ അവൻ വിസ്താരമാക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ ജീവിതം ഒരു വല്ലാത്തൊരു ശോഷിച്ച, ഒരു വല്ലാത്തൊരു ക്ഷയിച്ച അനുഭവത്തിൽ നിന്റെ അതിരുകൾ അടയ്ക്കപ്പെട്ട് ഒരു വിശാലത ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ, ഒരു വർദ്ധനവ് ജീവിതത്തിൽ കാണുവാൻ കഴിയാതെ വല്ലാത്തൊരു പ്രതിസന്ധിയുടെ നടുവിലാണ് ഇന്ന് നിന്റെ ജീവിതം, ഇന്ന് നിന്റെ കുടുംബം, നിന്റെ തലമുറയുടെ ലൈഫ് കടന്നു പോകുന്നതെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി ദൂതമയക്കുന്നു. ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. നീ എന്റെ ജനമായതുകൊണ്ട് ഞാൻ നിന്റെ അതിരുകളെ വിസ്താരമാക്കുവാൻ പോകുന്നു. ഇവിടെ ദൈവം പറയുന്നു, ഞാൻ എന്റെ ജനത്തെ വർദ്ധിപ്പിക്കുന്നു, അവന്റെ അതിരുകളെ വിസ്താരമാക്കുന്നു. എന്തിനാണ് ദൈവം തന്റെ ജനത്തെ വർദ്ധിപ്പിക്കുന്നത്, തന്റെ അതിരുകളെ വിസ്താരമാക്കുന്നത്? അത് ഈ രണ്ടിന്റെയും നടുവിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു: നീ മഹത്വപ്പെട്ടിരിക്കുന്നു. അതേ ദൈവമൈതലേ, നിന്റെ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ വർദ്ധിപ്പിച്ച് നിന്റെ അതിരുകളെ വിസ്താരമാക്കി അതിലൂടെ ദൈവത്തിന്റെ പുനർനാമം ദേശത്തിന്റെ നടുവിൽ, ലോകത്തിന്റെ നടുവിൽ ഇതാ മഹത്വപ്പെടുവാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നോക്കി വിളിച്ചറിയിക്കട്ടെ, നിങ്ങൾ വർദ്ധിക്കുവാൻ പോകുന്നു, നിങ്ങളുടെ അതിരുകൾ വിസ്താരമാകാൻ പോകുന്നു. അതിലുപരി നിങ്ങളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം കേട്ട അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞെരുക്കങ്ങൾ, ഇന്നത്തെ ശോഷിച്ച അനുഭവങ്ങൾ തന്റെ മക്കളിൽ മാറട്ടെ കർത്താവേ. ഒരു വർധന ഉണ്ടാകട്ടെ, ഒരു വിശാലത ഉണ്ടാകട്ടെ, അതിരുകൾ വിസ്താരമാകട്ടെ. ഇവരിലൂടെ അങ്ങയുടെ നാമം ഇന്ന് ഈ പകൽ മഹത്വപ്പെടുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.